ഹായ് ഹലോ ഇറ്റ്സ് ഐബഡി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാരാറിന്റെ മൂന്നാമത്തെ ചേസ് എടുത്തുകൊണ്ട് നമ്മൾ നേരെ നാമക്കല്ലോട്ട് പോവുകയാണ് ബോഡി കെട്ടാനായിട്ട്. നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ലൈലാൻഡിന്റെ 4225 എന്ന് പറയുന്ന മോഡലാണ്. മാരാറിന് കഴിഞ്ഞ 2 വണ്ടിയും ബാറബൻസ് ആയിരുന്നു. അപ്പോൾ മൂന്നാമത്തെ വണ്ടി ചെറിയൊരു പരീക്ഷണം എന്ന രീതിയിൽ നമ്മൾ ലൈലാൻഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് സാബിർ ആൻഡ് അമ്പു. അമ്പുവിനെ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 യാത്രയിലും അമ്പു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സാബിർ അളിയനാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാബിർ അളിയൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ വന്നിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പുറത്താണ്. അപ്പോൾ മാരാറിന്റെ മൂന്നാമത്തെ ചേസ് എടുത്തുകൊണ്ട് നമ്മുടെ ഓണറായ സാബിർ അളിയൻ നമ്മളോടൊപ്പം ഉണ്ട് ഇന്നത്തോടൊപ്പം. അപ്പോൾ അളിയ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ? എന്താണ് വിശേഷം? സുഖം. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്, കാരണം നമ്മളെ മൂന്നാമത്തെ വണ്ടിയാണ്. അതെ. അപ്പോൾ അതും എടുത്തുകൊണ്ട് നമ്മൾ നേരെ നാമക്കല്ലിലോട്ട് പോവുകയാണ്. ഓക്കെ. മൂന്നാമത്തെ വണ്ടി ആയതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത്തവണ ലൈലാൻഡിലോട്ട് ഒന്ന് ശ്രമിച്ചു? ലൈലാൻഡ് നമ്മൾ രണ്ടിലും ഭാരത് ബെൻസാണ്, 2 വണ്ടി ഉള്ളത് ഭാരത് ബെൻസാണ്. അതെ. അപ്പം ഇതും കൂടെ എടുത്ത് നോക്കാം. പുറത്തെ അഭിപ്രായങ്ങളൊക്കെ നല്ലത് പറയുന്നുണ്ട്. ഓക്കെ. ഈ ഒരു മോഡലിനെ കുറിച്ചാണോ അതോ പൊതുവെ? ഈ ഒരു മോഡലല്ല, നമ്മള് ലൈലാൻഡിനെ കുറിച്ച് നമ്മളെ ഇരിക്കുന്ന ബെൻസ് അല്ലേ, അപ്പൊ 2 നമുക്ക് അറിയണമല്ലോ. അപ്പൊ നമ്മളിപ്പോ ഈ ഫീൽഡിൽ നിൽക്കുമ്പോ 2 വണ്ടിയെ കുറിച്ചും അറിയണം. 2 എന്നല്ല, ഇപ്പം എല്ലാ വണ്ടിയെ കുറിച്ചും അറിയണം. അപ്പൊ നമ്മൾ പുറത്ത് തിരക്കുമ്പോ കുഴപ്പമില്ല, വണ്ടി ആർട്ട് ബ്ലൂ ചെലവും ബാക്കി അങ്ങനെ വഴി ചെലവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആണെന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. അപ്പൊ നമ്മൾ അതും കൂടെ നോക്കണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ലൈലാൻഡും കൂടെ എടുത്തു നോക്കിയത്. എങ്ങനെയുണ്ട് ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ? കമ്പാരിസൺ നമ്മളെ കയ്യിൽ ഇപ്പൊ കിട്ടിയതല്ലേ ഉള്ളൂ. അപ്പൊ കിട്ടിയത് വെച്ച് നോക്കുമ്പോ നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റൂല. നമുക്ക് ഒരു ട്രിപ്പെങ്കിലും ഓടി നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ, പിന്നെ ഓട്ടിക്കുന്ന സുഖവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ബെൻസ് ആണ് നല്ലത്. പിന്നെ നമ്മളത് ഇതാക്കി പറഞ്ഞല്ല, നമ്മളിപ്പോ വ്യത്യാസം നമ്മളത് എനിക്ക് നമ്മളത് ഓട്ടിക്കണോണ്ടായിരിക്കാം, നമ്മൾ കൂടുതൽ അത് ഓട്ടിച്ചത് കൊണ്ടായിരിക്കാം നമുക്കത് തോന്നണം. നമ്മളിപ്പോ ഇതിലോട്ട് ഇത് വന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഇത് എനിക്ക് ചേസ് എടുത്തിട്ട് ഇതും അതും കൂടെ ഓട്ടിച്ച് നോക്കുമ്പോ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് എന്താണെന്ന് കുറച്ച് നാളും കൂടെ ഓടി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ സൗകര്യങ്ങൾ മാത്രം നോക്കിയാൽ മാത്രം പോരാ, നമ്മുടെ മൈലേജ് നോക്കണം. ഇപ്പൊ മറ്റേതിനേക്കാളും മൈലേജ് അതാണ് പറയുന്നതാണ്, നമുക്കറിയില്ല. പറയുന്ന വെച്ചാൽ കുറച്ചും കൂടെ വലിയ വ്യത്യാസമൊന്നും വരില്ല. ചിലപ്പം ഒരു ട്രിപ്പില് നമ്മള് ലോങ് അല്ലേ ഓടുന്നേ, അപ്പൊ നമുക്കതൊരു ചില മാറ്റം വരാം. കാരണം ഒരു പോയിന്റ് ആയാലും 2 പോയിന്റ് ആയാലും നമ്മള് 3000-4000 കിലോമീറ്റർ ഒക്കെ ഓടുമ്പോ അതിന്റേതായ വ്യത്യാസം വരും, ചെറിയ ലാഭം കിട്ടും. ലാഭം വരും. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. ട്രിവാൻഡ്രം കരമന TVS ലൈലാൻഡ് ഷോറൂമിൽ നിന്നാണ് നമ്മൾ ചേസ് എടുത്തുകൊണ്ട് വരുന്നത്. നമ്മളിനി നേരെ പോകുന്ന നാമക്കല്ലാണ്. പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ നേരെ പാലോട് വന്നിട്ട് പാലോട് നേരെ തെന്മല അല്ലേ, തെന്മല റൂട്ട് വഴിയാണ് തെങ്കാശി വഴി നമ്മൾ നേരെ നാമക്കല്ല്. അങ്ങനെയാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മളിപ്പോ ഏകദേശം സമയം 6 മണിയായി, വൈകുന്നേരം 6 മണിയായി. നമ്മൾ എത്ര മണിക്ക് എത്തുമെന്ന് അറിയാൻ വയ്യ, എന്നാലും അടുത്ത ദിവസം വെളുപ്പിന് കണക്കാവും. അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ്. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് എനിക്കായാലും അമ്പുവിനായാലും സാബിറിനായാലും. നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം നമ്മൾ 3 പേരെയും ആദ്യത്തെ ഒരു കൂടിക്കാഴ്ചയാണ് ഒരു വണ്ടിയിൽ അല്ലേ, അതിന്റെ ഒരു സന്തോഷം. നമ്മളെ ഈ ലോറി ലൈഫില് ഒരു ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ സാബിർ അളിയൻ ഒരു 10 ദിവസം കൂടെ ഇവിടെ കാണുമായിരിക്കും അല്ലേ? 19-ാം തീയതി തിരിച്ചു പോവുകയാണ്. അപ്പൊ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പോ ചെറിയ ചെറിയ സമയങ്ങളാണ്. അതെ. അപ്പൊ നാട്ടിലുള്ള ചെറിയ സമയത്ത് നാട്ടില് നമ്മളെല്ലാവരുടെ ഒരു പ്രവാസിയായിട്ടുള്ള എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് നാട്ടിലൊരു സംരംഭം തുടങ്ങണമെന്നുള്ളത്. അപ്പൊ എന്തെങ്കിലും വേണം, നമുക്കിപ്പോ എല്ലാ കാലവും പുറത്തു പോയി നിൽക്കാൻ പറ്റൂല. അതെ. അപ്പൊ അതിന്റെ ഒരു ഇതും കൂടെയാണ് ഈ വണ്ടി എടുത്തിട്ട് പോകുന്നത്. അപ്പൊ അമ്പുവിന് നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അമ്പു, എങ്ങനെയാണ് ഈ ഒരു സന്തോഷ നിമിഷം പങ്കുവയ്ക്കുന്നത്? സന്തോഷം, നല്ല സന്തോഷമുണ്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും സാബുണ്ണൂടെ അന്ന് പണ്ട് ഞാൻ കിളിയായിരുന്നു, സാബുണ്ണ ഡ്രൈവറായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ഒരുമിച്ച് ഡ്രൈവറായിട്ട് ഒരു വണ്ടിയിൽ പോയി. അപ്പൊ നമ്മുടെ സ്വന്തം വണ്ടിയിൽ 2 പേരും ഒരുമിച്ച് കിട്ടുന്ന അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ചേസ് ചേസില് ഫസ്റ്റ് ടൈം
അതായത് ചേസിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ വണ്ടി എടുക്കുമ്പോൾ ഞാൻ ഗൾഫിലായിരുന്നു. അപ്പൊ അമ്പുമാണ് ഒറ്റയ്ക്ക് എടുത്തത്. പിന്നെ ഇപ്പൊ ചേസിൽ ഫസ്റ്റ് ടൈം നമ്മൾ രണ്ടോടെ ഒരുമിച്ച് പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ ഞാൻ ആ വണ്ടിയിൽ ഒരു ഗുജറാത്ത് ട്രിപ്പ് പോയി നമ്മള് പോയിട്ടൊക്കെ വന്നായിരുന്നു. ഒരുമിച്ച് ഒരു വണ്ടി ഇറക്കിക്കൊണ്ട് വന്നത് ഇതാദ്യമായിട്ടാണ്. അതായത് പണ്ടത്തെ കാലം തൊട്ട് ആലോചിക്കുമ്പോഴത്തേക്കും ഞാൻ കിളിയായിട്ട് വന്നത്, പിന്നെ വണ്ടി തന്ന് കൈതെളിച്ചതും ഈ വഴി തന്നെയായിരുന്നു. അതല്ല ഈ വഴി വന്നത്, വണ്ടി സമയം നേരെ ഓട്ടിക്കാത്തതിന് വഴക്ക് പറഞ്ഞതും അടി കിട്ടിയതും അതെല്ലാം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുണ്ട്, ഇങ്ങനെ മറിഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അതൊരു നല്ലൊരു സന്തോഷമുണ്ട്. അതാണ് പറഞ്ഞത്. ആ ഒരു സൈഡിൽ അന്ന് ലൈലൻഡ് ആയിരുന്നു, 6 വീലായിരുന്നു. അന്ന് ഇട സൈഡിൽ നമ്മൾ അന്നൊന്നും വിചാരിച്ചത് പോലും ഇല്ലല്ലേ, ഒരുമിച്ച് ഒരു വണ്ടി എടുത്ത്. അല്ല, വണ്ടി വേണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ നമ്മള് ഇത്രയും വണ്ടിയൊക്കെ എടുത്ത് പോവും, ഇങ്ങനെ ഒരു ലെവലിലെത്തും എന്നൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. ഒരുമിച്ച് ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം എടുക്കാൻ പറ്റിയില്ല. ഒറ്റ ദിവസത്തെ പ്ലാൻ, എന്നാ ഇതാ ഇപ്പൊ എടുക്കാന്ന് ചോദിച്ചു. എന്നാ ശരി എടുക്കാന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പേ ബാക്കി ലോണും കാര്യങ്ങളെല്ലാം സെറ്റായി. അപ്പോ വരാൻ പറ്റാത്തൊരു കണ്ടീഷനായിപ്പോയി. അപ്പൊ പിന്നെ അതിന് ഡിലേ ആക്കണ്ടെന്ന് പറഞ്ഞ് എടുക്കാൻ പറഞ്ഞ് വന്ന് ഇപ്പൊ നാട്ടിൽ ലീവിന് വന്നപ്പോഴത്തേക്കും അടുത്ത ഈ ലോണിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഈ വണ്ടി അങ്ങ് ഇറക്കി. അന്ന് അതാണ് ആഗ്രഹം. നമ്മളിപ്പോ ഡ്രൈവറായിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാരും ആഗ്രഹം എന്ന് പറയുന്നത് ഇതാണ്, സ്വന്തമായിട്ടൊരു വണ്ടി വേണം, സ്വന്തമായിട്ടൊരു വണ്ടി എടുത്ത് ബോഡി കെട്ടായിട്ട് കൊണ്ടുപോവുക. പിന്നെ ബോഡി കൂടെ നിന്നൊക്കെ ബോഡി കെട്ടുക, സ്വന്തം അത് വേറെ ഫീലാണ്. അതുകൊണ്ട് അതാണ് പറഞ്ഞത്, അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരു പ്രത്യേക ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പറഞ്ഞത്, നമ്മള് കിളിയും ഡ്രൈവറായിട്ട് തുടങ്ങിയതാണ്. അവിടുന്ന് ഡബിൾ ഡ്രൈവറായി, അവിടുന്ന് ഇപ്പത്തെ ഒരുമിച്ച് വണ്ടി എടുത്ത് ബോഡി അടിക്കാൻ പോകുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും നല്ല സന്തോഷമുണ്ട്. നമ്മുടെ മാരാറിനെ മറക്കാനാവാത്ത ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരുപാട് ഉയർച്ചകൾ എത്തട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടായിരിക്കണം. എൻ്റെ സപ്പോർട്ട് എന്തായാലും ഫുൾ ടൈം ഉണ്ട് അല്ലേ? എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോഴത്തേക്കും ഒരു മെസ്സേജ് വരുന്നു, സംസാരിക്കുന്നു, ഫോൺ വിളിക്കുന്നു, ഒരു യാത്ര പോകുന്നു. അല്ല, അത് പറയണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മളെ 6 വീലിൽ നിന്ന് തുടങ്ങിയതാണ്. 6 വീലില് പക്ഷെ അന്നത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് അല്ല 6 വീലിൽ നിന്ന് നമ്മൾ മെസ്സേജ് 6 വീലിൽ പോവാന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ അത് പിന്നെ പറ്റാതായിപ്പോയി, പോവാൻ പറ്റാതായിപ്പോയി. നമ്മൾ ഒരുപാട് ആദ്യം പ്ലാൻ ചെയ്തെങ്കിലും പിന്നെ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് ഓറഞ്ച് സമയമാണ്. അപ്പൊ ആ ഓറഞ്ചിനൊക്കെ പോവാന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ നമുക്ക് നടന്നില്ല. പിന്നെ നമ്മൾക്ക് 12 ഇറങ്ങിയ സമയത്താണ് ഞാൻ പിന്നെ വീണ്ടും ജോയിൻ ചെയ്യുന്നത്. നമ്മൾ നേരെ പോകുന്നതും അത് ഗുജറാത്ത്. അപ്പൊ നമ്മുടെ യാത്രയിൽ എല്ലാവർക്കും ഓരോ കഥകൾ പറയാനുണ്ട്. വണ്ടിയിൽ എന്ന് പറയാൻ ഇഷ്ടം പോലെ കഥകളുണ്ടാവും. കഥകളും അനുഭവങ്ങളും പറയണമെങ്കിൽ ഒരുപാടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അമ്പുന്റെ ഫസ്റ്റ് ടൈമാണ് ലൈലൻഡ് എന്ന് പറയുന്നത് അല്ലേ? 14 പേര്. അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ആ വണ്ടി ഫീൽഡിൽ, ലോറി ഫീൽഡിൽ ഇറങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ലൈലൻഡ് ഓടിക്കുന്നത്. ആ ഒരു അനുഭവം എങ്ങനെയുണ്ട്? അത് സ്വന്തം വണ്ടി തന്നെ. ഫസ്റ്റ് ഡ്രൈവ് എങ്ങനെയുണ്ട്? അല്ലല്ല, ലൈലൻഡിൽ അതാണ് പറഞ്ഞത്. ലൈലൻഡ് 14അല്ല, ഞാൻ 12 ഓടിച്ചിട്ടില്ല. ലൈലൻഡ് 12 ഓടിച്ചിട്ടില്ല. ഇല്ല, 12 ഞാൻ ഫസ്റ്റ് ടൈം. എനിക്ക് ഞാൻ 12 ഓടിച്ചിട്ടുണ്ട്. ഞാൻ 12 ഓടിച്ചിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം തൊട്ട് ഭാരത് ബെൻസിലാണല്ലോ ഓടുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് ഭാരത് ബെൻസും ലൈലൻഡും തമ്മിലിപ്പം നിനക്ക്? അങ്ങനെ ചോദിക്കണമെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇനി ബാക്കി നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റണ കണ്ടീഷൻ അല്ല. വണ്ടി ഫസ്റ്റ് വണ്ടി നിനക്ക് കാലിക്ക് പോകുമ്പോഴെങ്കിലും നിനക്കൊരു ഇതുണ്ടല്ലോ, എങ്ങനെയുണ്ട് ഭാരത് ബെൻസും ലൈലൻഡും തമ്മിൽ ഓട്ടിക്കുമ്പോഴായാലും ബാക്കിയുള്ള ഇതുവരെ ഉള്ള ഇപ്പൊ നീ കുറച്ച് 19 കിലോമീറ്റർ ഓടിച്ചിട്ടില്ലേ, അതൊരു ഇത് പറഞ്ഞോ. പെർഫോമൻസിന്റെ കാര്യത്തിൽ കുഴപ്പമില്ല, ഓക്കെ ആണ്. ഫീച്ചേഴ്സിന്റെ കാര്യം പറയുമ്പോ അത് സ്വാഭാവികം. നമ്മുടെ ഇതിന്റെ വിലയും കൂടെ നോക്കണം. ഭാരത് ബെൻസിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ലൈലാൻഡിന് വില കുറവാണ്. അപ്പൊ ഫീച്ചേഴ്സിന് വില വെച്ചോട്ടെ, ഞാനും പറയണതാണ് പറഞ്ഞത്. അവര് വില വെച്ചോട്ടെ. ഒരാളിപ്പോ അപ്ഡേറ്റ് ആയി മാറാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ മാറേണ്ടല്ലേ ചെയ്തത്. നമ്മളെ പണ്ട് കാലത്ത് നമ്മളെ അല്ല. ഇതിന് വേറൊരു കാര്യം കൊണ്ടുണ്ടെന്ന് അറിയാമോ? ഇതെന്ന് പറയണത് നമ്മളിപ്പോ ഡെയിലി കാറും ബസ്സിനൊക്കെ, കാറിനൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമ്മൾ കൂടി പോയി കഴിഞ്ഞാൽ എത്ര ഒരു ദിവസം എത്ര കിലോമീറ്റർ ഓടും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് ഓടാൻ, അല്ലെങ്കിൽ ഒരു 10-200 കിലോമീറ്റർ ഒക്കെ ഓടുന്നുള്ള വണ്ടി സിംഗിൾ ട്രിപ്പ് ഓടണമെങ്കിലും. പക്ഷെ ഇതെന്ന് പറയുന്നത് അങ്ങനെയല്ല.
ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഗുജറാത്തൊക്കെ പോകണം, എത്ര കിലോമീറ്റർ ഉണ്ടാകുമ്പോ ഗുജറാത്ത് പോകണം വൺ സൈഡ് 2000 സംതിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ 4000 കിലോമീറ്റർ ആണ്. മനസ്സിലായില്ലേ? സിംഗിൾ പോകുന്ന ഡ്രൈവർമാരുണ്ട്, ഡബിൾ പോകുന്ന ഡ്രൈവർമാരുണ്ട്. ഇത് കണ്ടിന്യൂ നമുക്ക് ഓടുന്ന വണ്ടിയാണ്. റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഫുഡ് വയ്ക്കാനും അതിനൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഡ്രൈവർമാരുടെ കാര്യം കൂടെയാണ് നോക്കേണ്ടത്. കാരണം അവർക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കണം. ഇപ്പം യാത്രാ സുഖം ഉണ്ടാവണം, ഫീച്ചേഴ്സ് ഉണ്ടാവണം, എങ്കിലേ ആൾക്കാർ ഡ്രൈവർമാരെ നിൽക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ഫീൽഡിൽ വന്നുകൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റുന്നത്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത്രയും നമുക്ക് ബെറ്റർ ആണ്. ഇത്രയും കിലോമീറ്റർ ഓടണതല്ലേ. ഇപ്പൊ ഒരു ട്രിപ്പ് ഓടിയിട്ട് വന്നിട്ട് നമുക്ക് വീട്ടിൽ നിൽക്കുന്നതല്ല. ഒരു ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് എടുത്ത് പോകണേണ്. അപ്പൊ നമ്മൾ എത്ര ദിവസം ജോലി ചെയ്യണം, അത്രയും ദിവസം നമ്മൾ ഈ വണ്ടി ഫീൽഡിൽ നിൽക്കണേ, വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വണ്ടിക്കകത്ത് എത്രത്തോളം ഫീച്ചേഴ്സ് ഉണ്ടാവും അത്രത്തോളം ഈ വണ്ടി ഫീൽഡും വളർന്നുകൊണ്ടിരിക്കും. നമുക്ക് വണ്ടി ഓടി നമുക്കത് മുതലാക്കി എടുക്കാൻ പറ്റും. ഇത് ഈ ചെറിയ ഫീച്ചേഴ്സ് എന്നും പറഞ്ഞു വണ്ടിക്ക് വെച്ചെന്നും പറഞ്ഞുകൊണ്ട് വണ്ടിക്ക് വേറെ മൈലേജിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. ഡ്രൈവർമാർക്ക് കുറച്ചും കൂടെ സുഖമായിരിക്കും. അവരിപ്പോ ഒരു ട്രിപ്പ് ഓടിയിട്ട് വന്നിട്ട് വീട്ടിൽ പോകണമെന്ന് പറയില്ല. അടുത്ത ട്രിപ്പ് പോകാം, കുഴപ്പമില്ല, അവർക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് വരാം, കാർ ഓടിച്ച് പോകുമ്പോഴേക്ക് ഓടിയിട്ട് വരാം. അതുകൊണ്ട് എപ്പോഴും ഫീച്ചേഴ്സ് കൂടുന്നത് ഡ്രൈവർമാർക്ക് എപ്പോഴും പൂർണ്ണമെന്നാണ് ഞാൻ പറയണത്. ഇപ്പൊ സിമ്പിൾ കാര്യമായിരിക്കാം. ഇപ്പൊ ഒരാൾ കിടന്നുറങ്ങണം, ഒരാൾ വണ്ടി ഓടിക്കണം. ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഇപ്പൊ ഗ്ലാസ് തുറന്നിട്ടായിരിക്കാം വണ്ടി ഓടും. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ചിലപ്പോൾ പണ്ട് ഇതൊന്നും ഇല്ല ഓടി എന്നൊക്കെ പറയാം. പക്ഷെ കാലം മാറുന്നോളൂ, നമ്മൾ മാറണമല്ലോ. ഇപ്പൊ അവിടെ ഇരുന്നിട്ട് പെട്ടെന്നൊരു മഴ വന്നു, വണ്ടി ഈ ലൈലൻഡാണ് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇറങ്ങി നേരെ അപ്പുറത്ത് വന്ന് വണ്ടി ഒതുക്കിയിടണം. ഒതുക്കി നിർത്തി ബ്ലോക്കുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട. ഇവിടെ സിമ്പിൾ കാര്യമാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അപ്പുറത്ത് വന്ന് ആ ഗ്ലാസ് ഇടേണ്ടി വരും. എന്നിട്ട് പിന്നെ വണ്ടി എടുക്കണം. ഒരു ബ്ലോക്കിലോ അവലൊക്കെ ആണെങ്കിൽ ഇത് പറ്റൂല, കൈ വെച്ച് കറക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ പുറത്ത് നമ്മൾ പറയുമ്പോൾ ഒരു സിമ്പിൾ കാര്യമാണ്, പക്ഷെ അതൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു കാര്യം മെനങ്ങാൻ നമ്മളിപ്പോ ഒരു വണ്ടി കൂടെ എടുക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ പോയപ്പം നമ്മളെന്താണ് ഒരു ചെറിയ കാര്യം, എന്തിന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ എങ്കിലും നമുക്ക് ബെൻസ് നോക്കാമെന്നൊരു തീരുമാനം വന്ന് സ്വിച്ച് അതായത് ഇതിപ്പോ ലൈലൻഡിനെ കുറ്റമായിട്ട് പറയണല്ല, ഇവരിത് വളർന്നു പറഞ്ഞു. നമുക്കിപ്പോ ലൈലൻഡ് ആയാലും ബെൻസ് ആയാലും നമുക്ക് ഫീച്ചേഴ്സ് കൂടുന്തോറും ലൈലൻഡ് ഇതിപ്പോ ലൈലൻഡിന് വേണ്ടിയാണ് പറയണത്. ഇപ്പൊ അവര് ഒരു സ്വിച്ച്, ഇപ്പൊ ഇതിന്റെ സ്വിച്ച് എന്ന് പറയുന്നത് വെളിയിലാണ്, ലിഫ്റ്റ് ആക്സിന്റെ സ്വിച്ച് വെളിയിലാണ്. ഇപ്പൊ നമുക്ക് അത് താക്കോ വൈത്തവും ചെയ്യണമെന്നുള്ള ഇറങ്ങി പോകാൻ പറ്റത്തില്ല. അപ്പൊ അത് കമ്പനിയെ അത് ഇതിനകത്ത് ക്യാബിനകത്ത് കൊണ്ടുവന്ന് എന്തെളുപ്പോ. ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ബോഡിയൊക്കെ അടിച്ചിട്ട് വന്നിട്ട് അവരെ ഇളക്കി വയറിങ്ങും ഇതൊക്കെ മാറ്റി അകത്ത് കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. അപ്പൊ അതൊക്കെ ക്യാബിനകത്ത് വന്ന അത്രയും നല്ലത്. ഇപ്പോൾ തന്നെയാണ് ക്യാബിനൊക്കെ ഈ സമയത്താണ് വന്നു തുടങ്ങിയത്. അപ്പൊ അതൊക്കെ ഫീച്ചേഴ്സ് കൂടുന്തോറും ആൾക്കാർ വണ്ടിയിലോട്ട് മാറും. ഇപ്പൊ നമ്മളായാലും ഒരു സ്വിച്ചിന്റെ പേരിൽ നമ്മൾ വണ്ടി മാറ്റാൻ നോക്കിയില്ലേ. അപ്പൊ അതൊക്കെ ചെറിയൊരു പറയുമ്പോൾ ഒരു ചെറിയ സ്വിച്ച്, പക്ഷെ നമ്മളൊരു തീരുമാനം പെട്ടെന്ന് ലൈലൻഡ് മാറി ഭാരത് ബെൻസ് എടുത്താലോ എന്നുള്ള ചിന്ത വന്നാല് അപ്പം ഫീച്ചേഴ്സ് കൂടുന്നവരും ഇപ്പോഴത്തെ കാലത്ത് ഫീച്ചേഴ്സ് കൂടുന്നവരും ആ ഇതിലോട്ടായിരിക്കും ആൾക്കാർ പോകുന്നത്. നമ്മൾ ഈ ഒരു സംസാരം കൊണ്ട്, ഈ ഒരു ചാറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ലൈലാൻഡ് വളരണം അല്ലേ. ലൈലാൻഡ് അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ കൊണ്ടുപോകണം. ഭാരത് ബെൻസിന്റെ കാട്ടിയും ഇല്ല നിലവിലല്ലേ, അത്ര സൗകര്യങ്ങൾ ലൈലാൻഡ് വന്നിട്ടില്ല. ഇപ്പൊ വോൾവോ നമുക്ക് ലേനോടാൻ പറ്റിയ വോൾവോ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ ഇറങ്ങുന്നത് ടാറ്റ, ലൈലൻഡ്, ബെൻസ്. ഓക്കെ, ചെറിയ കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങൾ, അതായത് വളരെ തുച്ഛമായ പൈസയുടെ കാര്യങ്ങളാണ്. ഈ പവർ വിൻഡോ, ലിഫ്റ്റ് ആക്സിന്റെ സ്വിച്ച് ഫ്രണ്ടിൽ വയ്ക്കുന്നത്, അത് കണക്ക് തന്നെ വേറെന്തൊക്കെയുണ്ട് ചെറിയ റിവേഴ്സ് ക്യാമറ ഇല്ല, മറ്റേ കമ്പനിയിലൂടെ ക്യാമറ വരുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വലിയ പ്രൈസ് അല്ല, സാധനങ്ങളല്ല, ചെറിയ പ്രൈസ്. ഇതൊക്കെ നമുക്ക് രണ്ടാമത് ചെയ്യാം, പക്ഷെ ഒരു കമ്പനി അത് ഇൻബിൽട്ട് ആയിട്ട് കൊണ്ടുവന്നാൽ അത്രയും ബെറ്റർ സൗകര്യം. അത് രണ്ടാമത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി എല്ലായിടത്തും കൊണ്ടുപോകാനോ ഒതുങ്ങുന്ന സ്ഥലമല്ല, ഒതുക്കാൻ വലിയ പാടാണ്. ഇപ്പൊ ഇതെല്ലാം കൂടുതലും സിറ്റിക്കകത്തും അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കടകളിലും അങ്ങനെയൊക്കെയാണ്. അതായത് നമ്മുടെ വണ്ടി ഇടാൻ പറ്റാത്ത സ്ഥലങ്ങളിലായിരിക്കും അതിന്റെ കടയെല്ലാം ഉള്ളത്. ഇതിനേക്കാളും വേറൊരു കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ വണ്ടി എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം പോലും വണ്ടി ഇടാൻ നമ്മൾ ശ്രമിക്കൂല, ഓടാനൊക്കെ. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസം നമ്മൾ വണ്ടി ഇടണം. ഇപ്പൊ അന്നത്തെ ഒരു ഇപ്പൊ വ്യാഴാഴ്ചയൊക്കെ ആയിരിക്കും ഒരു നമ്മളെ ട്രിപ്പ് കഴിഞ്ഞ് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണെന്ന് വിചാരിച്ചോ, നമ്മൾ ശനിയാഴ്ച ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ ദിവസം പോയി ഞായർ പോയി പിന്നെ തിങ്കളാഴ്ച ലോഡാവും. തിങ്കളാഴ്ച ലോഡ് ആയി കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാത്രി, അപ്പൊ നമ്മള് 3 ദിവസം പോകും. അപ്പൊ നമ്മള് 3 ദിവസം, ഒരു 4 ദിവസം കൊണ്ട് ഓടി എത്തണ ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ തിങ്കളാഴ്ച ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോയി അടുത്ത വ്യാഴാഴ്ച, വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചയൊക്കെയാണ് നമ്മൾ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഞായറാഴ്ച വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത്
ഇത് വരും. നമുക്ക് ഒരു ദിവസം പോലും വണ്ടി ഇടാൻ തോന്നൂല. വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ CC ഉള്ളതല്ലേ. അപ്പൊ ഇതൊക്കെ ചെയ്തിറങ്ങി അത്രയും നല്ലത്. എന്തായാലും നമ്മള് CC ഇട്ടാണ് EMI വെച്ചാണ് ഈ വണ്ടി കിടക്കുന്നത്. എല്ലാ മിക്ക വണ്ടികളും ആദ്യം റെഡി ക്യാഷ് കൊടുത്തിട്ട്. അപ്പൊ ഈ ചെറിയ ചെറിയ വിലയുള്ള ചെറിയ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്താലും നമുക്കത് വലിയൊരു വില കയറ്റമായിട്ട് തോന്നത്തുമില്ല അല്ലേ. അപ്പൊ നമ്മൾ മാക്സിമം കൊണ്ടിട്ട് പറയാം. പിന്നെ വേറെ കാര്യമുണ്ട്, സെൻസറും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മളെ ബെൻസിലും അതേപോലെയാണ്. നമുക്ക് പുറത്ത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ നമ്മളെ മടിയെന്ന് പറയണ എവിടെയെങ്കിലും വയർ കട്ടിങ്ങോ അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു വയർ വലിച്ചാലോ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് വാറണ്ടി കട്ടാവും. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇവര് കമ്പനിയെ ചെയ്തു വന്നാൽ അത്രയും നല്ലത്. ചെറിയൊരു കാര്യമാണ്, പക്ഷെ വലിയൊരു ആവശ്യമാണ്. ഒരുപാട് പേരുടെ വലിയൊരു ആവശ്യമാണ്. ലൈലാൻഡ് മാറണം. അതാണ് ലൈലാൻഡ് പ്രേമികളുടെ ഒരുപാട് ആഗ്രഹവും. നമ്മൾ ഓടിച്ച് പഠിച്ച് നമ്മൾ കണ്ട് കളിച്ചതും ഈ ചിലവരൊക്കെ പറയുന്നുണ്ട് ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സൗണ്ട്, ലൈലൻഡിന്റെ സൗണ്ട് എന്നൊക്കെ അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സൗണ്ടിനെ തന്നെ ആസ്വദിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ. ആ സൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേക സൗണ്ടാണ്. അതിനെ ആസ്വദിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാം. ഈ കമ്പനി വളർന്നു വന്നാൽ അത്രയും നല്ലതല്ലേ. അപ്പൊ ഇങ്ങനെ കൊച്ചു കൊച്ചു ഫീച്ചേഴ്സ് ഉണ്ടായാൽ ഇവർ വളർന്നു വരും. നമ്മുടെ യാത്ര അങ്ങനെ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? കുളത്തൂപ്പുഴ എത്താറായി. നമ്മള് എവിടെയാണ് ഈ വണ്ടി ബോഡി അടിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്? നാമക്കല്ല്. ഏത് ബോഡിയാണ് അടിക്കുന്നത്? നാമക്കൽ ബോഡിയാണ്. ഓക്കെ. അതിന്റെ പ്രത്യേകത എന്താണ്? മറ്റു ബോഡികൾ വെച്ച് ഇതെന്താണ് ഇത്ര പ്രത്യേകത ഉള്ളത്? നമ്മളെ ഫസ്റ്റ് വണ്ടി ബോഡി അടിച്ചില്ലേ, അത് നാമക്കല്ല് തന്നെയാണ്. ഓക്കെ. എനിക്കത് ഓക്കെ ആയിട്ട് തോന്നി. എനിക്കത് 100% ഓക്കെ ഉണ്ട്. ഓക്കെ. ഇവിടെ പല കാര്യങ്ങളിലും ചോദിക്കുമ്പോഴും ഇവിടെ എല്ലാം അവിടെ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഇവിടെ വരുമ്പോ അത് എക്സ്ട്രാ വർക്കുകളാവും. ഇല്ല എന്ന് പറയുന്നില്ല. അവിടെ ചെയ്യുന്ന ലയം വണ്ടി ഇനി എന്തെന്ന് ഇനി എന്റെ ഒരു അറിവിലാണ് ഇനി അണ്ണന്മാരെ കഴിഞ്ഞിട്ട് ഇനി വേറെ ആരും ഉള്ളൂ ബോഡി കെട്ടാനായാലും ലയം വണ്ടിയുടെ പണിക്കായാലും, അതായത് വണ്ടി പണിക്കായാലും അത് അണ്ണന്മാര് പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ്. അതുകൊണ്ട് മാത്രമല്ല അത് പോരാഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഇപ്പൊ അടിച്ചില്ല എനിക്ക് ഓക്കെയാണ്. ഞാൻ അവരുമായിട്ട് പിണങ്ങിയിട്ടില്ല, പിണങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടേണ്ട ഒന്നുമില്ല. ഇച്ചിരി ലേറ്റായി, അത്രയും പണി ഉണ്ടായിരിക്കാം അല്ലേ എന്നാ അതും ഓക്കെ ഇല്ല. അതാണ് പറഞ്ഞ അത് ആ ഒരു പ്രയാസം അല്ലാതെ വേറെ യാതൊരു രീതിയിലുള്ള പ്രയാസവും ഇല്ല. അവിടെ ചെയ്യുന്ന പല കാര്യങ്ങളാണ് എനിക്ക് ഇതുകൂടെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യാൻ തയ്യാറാണ്. അത് നേരെ ഇവിടെ ഉള്ളവരെടുത്ത് ചോദിക്കുമ്പോ ഇവിടെ ഉള്ളവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്ട്രാ വർക്ക്. കാശ് അധികം വേണം. റേറ്റ് പറഞ്ഞ് നമ്മൾ മറ്റേനായാലും റേറ്റ് പറഞ്ഞെടുത്തതിന് ശേഷം നമ്മളെ സൗകര്യത്തിന് അമ്പാണ് വണ്ടിയിൽ പോയിക്കൊണ്ട് നേരത്തെ ആ വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. അപ്പൊ അവനിക്കറിയാം എന്തൊക്കെ നമുക്ക് വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളത് അറിയാലോ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമ്മളെ സൗകര്യം അനുസരിച്ച് നമ്മൾ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടുത്തെ ബോഡി ബിൽഡർമാർ പറയുന്നതെന്ന് വെച്ചാൽ അതിന് എക്സ്ട്രാ പൈസ ആവും. അതിന് നമ്മളിപ്പോ കൊട്ടേഷൻ തന്നതിനേക്കാളും എക്സ്ട്രാ പൈസ ആവും. മറ്റൊരെന്ന് പറയണം അപ്പൊ അതിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനുള്ള കാര്യം തന്നെ. ചിലപ്പോ ഒരു പൈപ്പ് നേരെ പോണ പൈപ്പ് ഒന്ന് വളയ്ക്കണമെന്നായിരിക്കാം. മനസ്സിലായില്ലേ? ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ അവരതിന് എക്സ്ട്രാ പറയും. അതുകൊണ്ടാണ് എല്ലാരും നാമക്കല്ലോട്ട്. എല്ലാരും അല്ല, ചെയ്യുന്നവരുണ്ട്. ഇവിടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇവിടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ ഉള്ളവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമക്കല്ലിലും ഇരുമ്പായിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും. നിങ്ങൾക്ക് അതുകൊണ്ടാണ് റേറ്റിലും നല്ല വ്യത്യാസമുണ്ട്. ഒരു നല്ല വ്യത്യാസമുണ്ട് റേറ്റിലും. അപ്പോ അവരോടും പറയാനുള്ള ഇതേ ഉള്ളൂ, നിങ്ങളും അതേ സാധനം ഇവിടെ ചെയ്യും. അവര് ചെയ്യുന്ന അതേപോലെ നിങ്ങളും ഇവിടെ ചെയ്യും. നിങ്ങൾ ഈ സാധനത്തിന് ഇതിങ്ങനെ ആവും അങ്ങനെ ആവും എന്ന് പറഞ്ഞിട്ട് പണിയിൽ എന്തെങ്കിലും ചേട്ടാ അത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ വൃത്തിയായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പോഴും പറയുന്നത് എന്താണെന്ന് അറിയാമോ? അത് വൃത്തിയായിട്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ ആണ്. വേറെ കാര്യങ്ങൾ ഇതിനകത്തുള്ളതെന്ന് വെച്ചാലേ അവരെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഇവിടെ പണ്ട് ഈ സമയത്തൊക്കെയാണ് എനിക്ക് ബോഡി അല്ലെ ലൈൻ വണ്ടിയുടെ ബോഡി അടിക്കണൊക്കെ ഈ സമയം കുറച്ച് നാളത്തേക്ക് മുമ്പൊക്കെ ആയിരിക്കും വന്നു തുടങ്ങിയത്. മറ്റെന്ന് വെച്ചാൽ പണ്ട് മുതലേ അടിക്കണില്ല. അപ്പൊ അവർക്ക് അറിയാം സ്ഥിരം ചെയ്യണവരുന്നതും പിന്നെ പുതുതായിട്ട് തുടങ്ങി വരണതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ പഴയ നമ്മൾ ഇവിടെ അടിച്ച ഒരുപാട് വണ്ടികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കത് നമ്മൾ ഈ ലൈനിൽ നിൽക്കുന്ന നമ്മൾ ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് നമുക്കതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കത് ഇങ്ങനെ ആയിരുന്നാ കൊള്ളാം എന്ന് വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ പറയണം. അപ്പൊ സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമ്മളെ എതത്തിനുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. പിന്നെ ഒരു കാര്യം നമുക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ മാരാറിന്റെ 2 വണ്ടികളും 12 വീലാണ്. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് 14 വീലാണ്. അപ്പോൾ ആ ഒരു മാറ്റത്തിന്റെ ഉദ്ദേശം
അല്ല ഞാൻ നമ്മള് മറ്റേ ലൈലൻഡിന്റെ കാര്യം പറഞ്ഞില്ലേ, സെയിം അതേപോലെയാണ് നമ്മൾ അപ്ഡേറ്റ് ആവുക. 12 വീലർ നമ്മൾ പണ്ട് 6 വീലായിരുന്നു ഓടിക്കും, 6 വീലായിരുന്നു നമുക്ക്. നമ്മൾ ആദ്യം എടുത്ത വണ്ടി 6, പിന്നെ വേറെ അത് നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ആദ്യം എടുത്ത വണ്ടി 6 വീലാണ്. അപ്പൊ ആദ്യം നിന്നാണ് നമ്മൾ 12-ലോട്ട് വന്നത്. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് 16 വീലും മേളിലോട്ടാണ്. നമ്മള് ആ ഒരു ലെവലിൽ നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കുന്നില്ല, വരാം. അപ്പൊ ആ 12 ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഒക്കെ വെച്ച് നോക്കുമ്പോ ഇപ്പോഴത്തെ പിന്നെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഈ 12 വീലിന് മൈലേജ് വരുന്നത് ഇപ്പൊ 3.5, 3.6 അതാണ് മൈലേജ് വരുന്നത്. 14 വീലിനും സെയിം 3.2 കിട്ടുന്നുണ്ട്. ഈ 16 വീലിന് ഈ 12 വീലിന് വെച്ച് കൂടുതൽ മൈലേജ് കിട്ടുമെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉള്ളതാണോ? അങ്ങനെ മൈലേജ് കുറവാണ്, കാരണം 5 ടൺ എക്സ്ട്രാ കയറണല്ലേ. ഇങ്ങനെ ഒരാള് പറയുന്ന കേട്ടോ, നമ്മള് മുമ്പത്തെ വീഡിയോകളിൽ എന്റെ 16 വീലിന് ഇതിന് കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ട് എന്ന ഒരു കമന്റ് ഒക്കെ വന്ന് കേൾക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒന്നാമത്തെ നമ്മള് 14 വീല് ഓടി നമുക്ക് പരിചയമില്ല. നമ്മള് 14 വീല് ഓടിയിട്ടുള്ള കഥ നമ്മള് 14 വീല് ഓടിയിട്ടുണ്ട് ഇല്ലെന്നല്ല. നമ്മളെ പാലോട്ടത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് നമ്മള് 14 വീലാ. ആ 14 വീല് ഓടുമ്പം നമുക്ക് 12ന്റെ അതേ മൈലേജ് തന്നെ കിട്ടിയത്. 12ന്റെ സെയിം മൈലേജ് അധികം കിട്ടുന്നില്ല, സെയിം മൈലേജ് കിട്ടിയിട്ടുണ്ട്. 12 വീലിന് അതാ പറഞ്ഞത്, 12 വീലിന്റെ സെയിം മൈലേജ് 14 വീലിന് കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ പോയിന്റ് എന്തെങ്കിലും വ്യത്യാസം വരാം, പക്ഷെ നമുക്ക് 5 ടണ്ണിന്റെ വാടക കൂടെ എക്സ്ട്രാ കയറും. അപ്പൊ നമുക്ക് അത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ 14-ലോട്ട് തിരിഞ്ഞത്. കാരണം 5 ടൺ എന്ന് പറയുന്നത് 5 ടൺ വാടക മാറുമ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ ബാലൻസിലും വ്യത്യാസം വരും. പിന്നെ മൈലേജിൽ വലിയ വ്യത്യാസം വരുന്നില്ല, സത്യം പറഞ്ഞാൽ നമ്മളെ അനുഭവത്തിൽ വരുന്നില്ല. ചെറിയ പോയിന്റ് സഹിതമൊക്കെ പ്രശ്നങ്ങളുള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓടി നോക്കിയിട്ട് പറയാം. അപ്പൊ നമ്മളെ ഇനിയുള്ള ഓട്ടത്തിൽ ഞാൻ കൂടെ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും അല്ലേ? അടുത്ത ബോഡി കെട്ടിയിട്ട് ഫസ്റ്റ് ട്രിപ്പ് എടുത്തുകൊണ്ട് നമ്മളൊരു പോക്കങ്ങ് പോകും. അമ്പു സാറ് ഇവിടെ ഉണ്ട്, സാബിർ അലി തിരിച്ചു പോകും അല്ലേ? അപ്പോൾ അമ്പു സാറിൻ്റെ കൂടെ അപ്പോൾ ഉടനെ നമുക്ക് നല്ല അടിപൊളി ട്രിപ്പ് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ കുളത്തൂപ്പുഴ എത്തിയിരിക്കുന്നു. സമയം ഏകദേശം 6:30 കഴിഞ്ഞു അല്ലേ? 6:30 കഴിഞ്ഞു. ഇതൊക്കെ നമ്മളെ പഴയ മെമ്മറി ഉള്ള സ്ഥലങ്ങളാണ്. കാരണം നമ്മൾ പണ്ട് പഞ്ചസാര കൊണ്ടുവരുമ്പോ തെങ്കാശി നിന്നൊക്കെ ലോഡ് കൊടുത്ത് വരുമ്പോ ഈ കുളത്തൂപ്പുഴ ഇവിടെയൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ കിടന്ന് ഉറങ്ങണത്. മഴയത്തെ നല്ല മഴ സമയത്തൊക്കെ ഇവിടെ നിന്നിട്ടുണ്ട്. ഈ റൂട്ട് നമുക്ക് ഭയങ്കര ഓർമ്മകളുള്ള സ്ഥലമാണ്. നമ്മളൊരു സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു ആ ആട്ടോയിലെ ആ ചേട്ടായി. ഈ ഇവിടത്തേക്ക് കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ സമാധാനം, അതായത് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യം ഇവിടെയാണ് നിർത്തുന്നത് വണ്ടി. ഫസ്റ്റ് നമ്മള് പഞ്ചായത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് അവിടെ നിന്ന് വണ്ടി എടുത്താൽ നമ്മൾ ഇവിടെയാണ് പറഞ്ഞത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷാജഹാൻ ഒരാൾക്കുണ്ട്, പുള്ളിയുടെ കടയുണ്ട്. ആ കടയിലാണ് നമ്മൾ ഫസ്റ്റ് പിക്കുള്ള സമയത്തും ഫസ്റ്റ് ലോഡ് ഇറക്കണം അവിടെ നിന്നാണ്. നമ്മൾ ട്രിപ്പ് ഫസ്റ്റ് ലോഡ് ഇറക്കണം അവിടെയാണ്. 6 വീൽ നമ്മളെ വണ്ടിയല്ല, ഡ്രൈവറായിട്ട് ജോലി തുടങ്ങിയ ഡ്രൈവർ അവിടെ ആകുമ്പോ നമുക്ക് ബാത്റൂം. ഇന്ന് 2 ഓണർമാർ. അന്നൊക്കെ ബാത്റൂം സൗകര്യം ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അവിടെ ആകുമ്പോ രാവിലെ അവിടെ ബാത്റൂം ഉണ്ട്. അപ്പൊ നമ്മള് വരണമെന്ന് അഥവാ താമസിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറയും. ഇന്ന് നമ്മൾ കാണുമെന്ന് പറയുമ്പോൾ അവരവിടെ താക്കോല് വെച്ചിട്ട് പോകും. അല്ലെങ്കിൽ താക്കോല് വെച്ചിട്ടില്ല, ഓപ്പൺ ആയിരിക്കും. മോട്ടർ ഇട്ട് ടാങ്കിൽ വെള്ളമാക്കി വെച്ചിട്ടൊക്കെ പോകും. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ എത്രയും പെട്ടെന്ന് ഇവിടെ വരാനാണ്, തിരിച്ചു വരാനാണ് ഇഷ്ടം. അതായത് വീട് കഴിഞ്ഞാൽ മറ്റൊരു വീട് എന്നുള്ള രീതിക്ക് തന്നെ ഇരുന്ന് ഇവിടെ നല്ല ആ ടൈമിൽ ഒരു വൈബ്. അത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നമ്മള് പഴയ കാര്യം പറഞ്ഞില്ലേ, പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഓർമ്മ. ഈ റൂട്ടും കൂടെ ആയതുകൊണ്ട് പഴയ കാര്യങ്ങളായി ഇങ്ങനെ വരുന്നുണ്ട്. ഈ റൂട്ട് ഒരുപാട് നാളായി. ഈ റൂട്ട് കൊണ്ട് ലോറിയൊക്കെ ഓടിയിട്ട് ഒരുപാട് വർഷമായി. നമ്മുടെ ലോറി പോലും ഈ റൂട്ട് ഓടിയിട്ടില്ല, മറ്റേ വണ്ടി പോലും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രിവാൻഡ്രത്ത് യാത്ര തുടങ്ങി നേരെ തമിഴ്നാട്ടിലുള്ള നാമക്കല്ല് ബോഡി വർക്ക്ഷോപ്പിലാണ് വന്ന് നിൽക്കുന്നത്. ഇന്ന് രാവിലെ വെളുപ്പിന് ഇവിടെ എത്തി. വെളുപ്പിനെത്തി നമ്മൾ അത്യാവശ്യം റൂം എടുത്ത് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും വർക്ക്ഷോപ്പും തുറന്ന് എല്ലാവരും മജയും ചെയ്തു. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് എങ്ങനെയാണ് ബോഡി കെട്ടേണ്ടത്, ഏത് രീതിയിൽ വേണം, എന്തൊക്കെ വേണം എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ വണ്ടി ഇവിടെ വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാബിർ അലീൻ്റെ അടുത്തോട് ചോദിക്കാം. സാബിർ അലിയ, അലീൻ്റെ വണ്ടിയിൽ എന്തൊക്കെ പണിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പം സാധാരണ നോർമലി ലൈൻ ഓടാൻ പറ്റുന്ന രീതിയിൽ ബോഡി കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈൻ ഓടുമ്പോൾ എന്തായാലും വേലി വേണം, ഹൈടെക് വേണം. ഹൈടെക്കിന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ
ഈ ഹൈടെക്കിന്റെ ഉപയോഗങ്ങളും എന്തൊക്കെയാണ്? ഹൈടെക് ഉപയോഗം എന്താണ്? ഹൈടെക് ഉപയോഗിച്ച് നമ്മൾ സവാള കയറുമ്പോലെ ഇത് എത്ര കെട്ടിയാലും ഇരിക്കൂല. കാരണം എന്നാലും കേബിൾ ലെവലിൽ സാധനം പൊങ്ങും. അപ്പം ഈ സാധനം മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഹൈടെക് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിൽക്കും. വലുതായിട്ട് കെട്ടി ഇറുക്കണ്ട. മറ്റേ കെട്ടി ഇരിക്കാൻ സാധനത്തിന് ഡാമേജ് വരും. അപ്പൊ അതുകൊണ്ട് അതിനാണ് ഹൈടെക് വയ്ക്കുന്നത്. പിന്നെ നമ്മൾ ഹൈടെക്കിന് പറഞ്ഞിട്ടുണ്ട്. ലൈൻ വണ്ടി ആയതുകൊണ്ട് ഹൈടെക് അത്യാവശ്യമാണ്. പിന്നെ പൈനാപ്പിളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനെയൊക്കെ എന്തായാലും ഹൈടെക് വേണം. പിന്നെ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഡീസലിന്റെ പ്രശ്നം വരുന്നുണ്ട്. വഴിയിൽ ഡീസൽ മോഷണം വരുന്നതുകൊണ്ട് ആ ഡീസലിന്റെ ടാങ്ക് കവർ ചെയ്ത് രീതിയിൽ അതിപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ബോഡി കെട്ടി തുടങ്ങുമ്പോൾ അതൊന്നുകൂടെ വന്ന് പറയണം. മാക്സിമം കവർ ചെയ്ത് അല്ലേ, കവർ ചെയ്ത് ടാങ്ക് കവർ ചെയ്ത് അടിക്കാനാണ് നോക്കണത്. അതിപ്പോ ഒന്ന് മറ്റേ ചട്ടങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇപ്പോഴേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവിടെ ഒരുപാട് വണ്ടി തടിയിലും പ്ലാറ്റ്ഫോം അടിക്കുന്നുണ്ട്, ഇരുമ്പിലും അടിക്കുന്നുണ്ട്. നമ്മൾ തടിയിൽ അടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കയറുന്ന സമയത്ത് തടി ചോദിക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഈ വെയിറ്റ് ഉള്ള ചില ടൈൽസും ഇതൊക്കെ കയറ്റ സമയത്ത് ഈ ഫോർക്ക് ലിഫ്റ്റ് വണ്ടിക്ക് ഉള്ളിൽ കയറും. ഈ ഇരുമ്പടിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ വള്ളം പോലെ ആവും. അപ്പൊ അതുകൊണ്ട് തടി അടിച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ്. അതുകൊണ്ടാണ് തടി അടിക്കുന്നത്. നമ്മൾ തടിയാണ് അടിക്കുന്നത്. നമ്മൾ മറ്റേ വണ്ടിയിലും തടിയാണ്, ഇതിലും തടിയാണ് അടിക്കുന്നത്. തടിയാണ് കുറച്ച് നല്ലത്. അപ്പൊ ബലത്തിൽ കിടക്കുകയും ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഗ്യാപ്പ് വരും. കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ ഗ്യാപ്പ് വരും. ഒന്നൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ടൈറ്റ് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ 9 ബോർഡ് അടിക്കണം. ബോഡി 9 ബോർഡ് ഇതൊക്കെ തന്നെ ഇപ്പൊ ഉള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എത്ര ദിവസം കൊണ്ട് കിട്ടും, എന്ന് കിട്ടുമെന്നുള്ള ഒരു മാസമാണ് പറയണം. മാസം മേളിൽ എടുക്കും എന്തായാലും. കാരണം ഇഷ്ടംപോലെ വണ്ടി കിടക്കും. കഴിഞ്ഞതിന് വരുമ്പോൾ ഇത്ര വണ്ടികളൊന്നുമില്ല. അപ്പൊ ഇത് നമുക്ക് പിന്നെ ബോഡി മാത്രമേ ഉള്ളൂ, ക്യാബിൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ നേരത്തെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ലൈലാൻഡ് വണ്ടിയാണ്. ആദ്യത്തെ ലൈലാൻഡ് വണ്ടി. പക്ഷെ ഒരു ട്രിപ്പ് നമ്മൾ വന്നു, ഏകദേശം 500 കിലോമീറ്റർ ഓടി വന്നപ്പോഴത്തേക്കും ഒരു എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ 500 കിലോമീറ്റർ വെച്ച് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വണ്ടി ഇതുവരെയൊക്കെ ഓടിച്ചു വന്നതിന്റെ സുഖം വെച്ച് നോക്കുമ്പോൾ ഞാൻ മറ്റേ ബെൻസും ഇത് വെച്ച് ഓടിക്കുമ്പോൾ, ബെൻസ് 14 ഓടിച്ചിട്ടുണ്ട്, പാലോടുള്ള വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഓടിക്കാൻ സുഖം ബെൻസ് തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഓടി വരുമ്പോൾ മെയിൻ്റെനൻസിന്റെ കോസ്റ്റുകളും അതാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഒരാൾ പറഞ്ഞിട്ടില്ലേ, അപ്പം ഒന്നാമത്തെ കാര്യം മൈലേജ് ആർട്ട് ബ്ലൂ, ഈ രണ്ട് ചെലവും കുറവാണെന്ന് പറഞ്ഞതിന്റെ ഒറ്റ പേരിലാണ് നമ്മളിപ്പോ ഇത് എടുത്തത്. അപ്പൊ ഒരു ട്രിപ്പിൽ തന്നെ 3 ബക്കറ്റ് ആർട്ട് ബ്ലൂ പറഞ്ഞെടുത്ത് ഇത് 2 മതി. അപ്പൊ അതിൽ തന്നെ ഒരു 1750 കണ്ട വിലയായി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലാഭം പിടിക്കാം. നമ്മളെന്തായാലും മാസത്തിൽ ഒരു 2 ട്രിപ്പോ അല്ലെങ്കിൽ 3 ട്രിപ്പോ വരുന്നു. 2 ട്രിപ്പ് കൂട്ടിയായി, 2 ട്രിപ്പ് വരും. അപ്പൊ അത് തന്നെ 3 രൂപയ്ക്ക് മുകളിൽ പോയി. പിന്നെ മൈലേജ് വെച്ച് നോക്കണമെങ്കിലും നമുക്ക് ഒരു ട്രിപ്പിന്റെ പുറത്ത് ഒരു 10 രൂപ വ്യത്യാസം, എന്റെ കണക്കിൽ ഒരു 10 രൂപ ഇല്ലെങ്കിൽ ഒരു 8 രൂപയൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഓടി നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ലൈലാൻഡിലോട്ട് തിരിഞ്ഞത്. ഒരു ബാർബൻസ് ലൈലാൻഡ് എന്നുള്ള ചോദ്യം വന്നാൽ നമ്മൾ ലൈലാൻഡ് ചൂസ് ചെയ്തതിന്റെ കാരണം മെയിൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം എവിടെന്നെങ്കിലുമൊക്കെ വരുമെന്ന് ഞാൻ പറയുന്നത്. ഒരു ട്രിപ്പിന് ഒരു 5 രൂപ മാറിയാലും ഇപ്പൊ ഒരു മാസം 2 ട്രിപ്പ് വെച്ച് 10 രൂപയായി. അപ്പം 10 രൂപ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു വർഷം ഓടുമ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ആയി മാറിയാണ്. അപ്പൊ നമ്മളതാണ് നോക്കേണ്ടത്, അതാണ് നോക്കണം. പിന്നെ ഒരു ബിസിനസ് ആകുമ്പോഴത്തേക്കും ലാഭമില്ല നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് ഡ്രൈവറായിട്ട് നമ്മൾ വളർന്നത് ഒന്നുകൊണ്ട് ഡ്രൈവർമാരെ ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ ആ സൗകര്യം നോക്കുമ്പോൾ നല്ലത്. അതൊരു മാറ്റമില്ല. നല്ല ഞാൻ പറഞ്ഞില്ല, നമ്മൾ 2020 വണ്ടി ഇരിക്കണം എന്ന് പറഞ്ഞില്ലേ, അതിലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വണ്ടി സൈലന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഈ പുതിയ വണ്ടി എടുത്തിട്ട് പോലും വണ്ടി വരുമ്പോ ചെറിയ അടിയും പിടിയും ബഹളമൊക്കെ എനിക്ക് തോന്നുന്നു കെട്ടി വരുമ്പോ ഓക്കെ ആവുമായിരിക്കും. എന്നാലും നമുക്ക് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. സൈലന്റ് അല്ല. അത് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ മാറി വരുമായിരിക്കും. നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് 4225 HN 6 സിലിണ്ടർ 32 ഫീറ്റാണ് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ 30 ഫീറ്റാണ് ആദ്യം നോക്കിയത്. കാരണം 30 ഫീറ്റിലുള്ള ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് 4 സിലിണ്ടർ ആണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് 30 മതി. 30 ബെറ്റർ. ഇത് ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് ബാക്ക് ടയർ നീക്കാൻ ചാൻസ് കുറവാണ്, കാരണം ബാക്ക് ലെങ്ത് കിടക്കണം കൂടുതലാണ്. അപ്പൊ നമുക്ക് 30 മതിയായിരുന്നു. അപ്പൊ 30 നമ്മൾ നോക്കുമ്പോൾ 6 ഗിയറേ ഉള്ളൂ, 6 സിലിണ്ടർ ഇല്ല, 4 സിലിണ്ടർ ആണ്. അത് മൈലേജ് ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ്. പവർ ഉണ്ട്, അതിന് പവർ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ മൈലേജിന്റെ ഇഷ്യൂ പവർ ഉണ്ട് അതിന്. 4 സിലിണ്ടർ പവർ കൂടുതലാണ്. 4 സിലിണ്ടർ കുറച്ച് പവർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ്
അതിൽ ഡൗട്ട് ഉണ്ട്, അത് ക്ലിയർ ചെയ്യണം. ഓക്കെ ഓക്കെ. പിന്നെ ഇതിന് തന്നെ 2 മോഡലുണ്ട്, 4225 ഉണ്ട്, 4220 ഉണ്ട്. അതായത് 200 HP 250. 42 എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള 4225 ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 4225H ആണ് നമ്മളെ വണ്ടി. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നല്ല വെളിച്ചമാണ് രാത്രി അല്ലേ, ഹെഡ്ലൈറ്റ് ബെൻസിനൊക്കെ ഇത് ഡബിൾ, ഒരു സൈഡ് തന്നെ ഡബിൾ ആണ്. അപ്പൊ നല്ല വെട്ടമുണ്ട്, ഭയങ്കര വെട്ടം, നല്ല വെട്ടമാണ്. വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് അത് കാരണം അത് ബെൻസ് ഒരുപാട് ദൂരം കിട്ടണമില്ല, വെട്ടക്കുറവുണ്ട്. ഇത് നല്ല വെളിച്ചമുണ്ട്. ലൈറ്റിന്റെ കാര്യത്തിൽ നമുക്ക് എക്സ്ട്രാ ലൈറ്റ് വെക്കേണ്ട കാര്യമില്ല. പിന്നെ ക്യാബിൻ കുറച്ചും കൂടെ എനിക്ക് മറ്റേ ബെർത്ത് ചെറുതായതുകൊണ്ടായിരിക്കാം ക്യാബിൻ കുറച്ചും കൂടെ വലുതാണ്. പിന്നെ ഒരാൾക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്നുള്ള വിഷയമുള്ളൂ. പിന്നെ നിങ്ങളെ ഒരുമിച്ച് കിടക്കാൻ പറ്റത്തില്ല. രണ്ട് സൈഡിൽ കീ ഇടാൻ പറ്റൂല, അതൊരു ഡോറിൽ രണ്ട് സൈഡ് കീ ഇല്ല. അങ്ങനെ അതായത് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഇതിന് ഒരുപാട് കുറവുകളുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ ലോക്കിന്റെ കാര്യം. ഇവിടെ മറ്റേന്ന് വെച്ചാൽ ഇവിടെ തുറന്ന 2 ഓപ്പൺ ആവും. സെൻട്രൽ ലോക്ക് സിസ്റ്റം ആണ് അതിന് പറഞ്ഞത്. ഇതിനെന്ന് പറയുന്നത് ഇത് തുറന്നിട്ട് ഉള്ളിൽ കയറി അപ്പുറത്ത് പോയി അത് തുറന്നു കൊടുക്കും. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് പൂട്ടിയിട്ട് പോകണമെങ്കിൽ. ബെർത്തിന്റെ കാര്യം മറ്റേ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ഇതിപ്പോ ഇതില് ഒരാൾക്ക് നല്ല കുഴിഞ്ഞ് കിടക്കുകയാണ്. ഇനിയിപ്പോ അത് മാത്രമല്ല ഒരു കുന്ന് കണക്കുണ്ട്. അതിപ്പം മിക്കവാറും ആ സീറ്റ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് വേറെ കുഷൻ അടിക്കേണ്ടി വരും. മറ്റേ വലിയ സീറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, കാരണം എന്തായാലും 2 പേര് ഒരുമിച്ച് കിടക്കേണ്ട. എവിടെയെങ്കിലും പോയി ഹാൾട്ട് ആയി കഴിഞ്ഞാൽ 2 പേരും കിടന്നല്ലേ പറ്റുള്ളൂ. അപ്പം ഒരാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അഥവാ ഇരുന്നിട്ട് ചാരിയാൽ പോലും അത് റെഡി ആവുന്നില്ല. എങ്ങനെയുണ്ട് നമ്മുടെ മിററൊക്കെ, എങ്ങനെയുണ്ട് കാഴ്ച? മിററൊന്നും കുഴപ്പമൊന്നുമില്ല, ബാക്കൊക്കെ നല്ല രീതിയിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് മിക്ക നമ്മൾ അത് മാറ്റണം. നമ്മുടെ സെൻട്രലിൽ ഇരിക്കണില്ലേ, അത് മാറ്റിയിട്ട് നമ്മുടെ ബെൻസിലൊക്കെ പറഞ്ഞ മോഡൽ സൈഡില്ലേ, സൈഡിൽ നിന്ന് പറഞ്ഞത് അത് വെക്കണം. വേണ്ട, ഇതെനിക്കൊരു സുഖം തോന്നിയില്ല, കണ്ടിട്ടൊരു വൃത്തികേട് പോലെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ബോഡി കെട്ടാനായിട്ട് നമ്മൾ കൊണ്ടിട്ടു. അപ്പോൾ നമുക്ക് ഇതിന് മെയിനായിട്ട് ഇനിയിപ്പോൾ വർക്ക് തുടങ്ങും, പെട്ടെന്ന് തന്നെ വർക്ക് തുടങ്ങും. മെയിനായിട്ട് വേറൊരു കാര്യം, ഇതിൽ ഇനി നമ്മൾ പ്ലേറ്റ് കയറ്റുന്നുണ്ടോ? പ്ലേറ്റ് ഇപ്പം കയറ്റുന്നില്ല, നോക്കട്ടെ. ബോഡി അടിച്ച് നോക്കിയിട്ട് കുറച്ചാൾ ബോഡി നോക്കട്ടെ. ബോഡി നോക്കിയിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ മാത്രമേ അടിക്കണുള്ളൂ. കുറച്ച് കിലോമീറ്റർ ഓടുമ്പം വെയിറ്റ് ഇപ്പം നമുക്ക് അറിയാൻ പറ്റില്ല. വെയിറ്റ് കയറി നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഒരു 10-30 ടൺ കയറി നോക്കുമ്പോൾ നമുക്ക് അറിയാം എങ്ങനെ ഇരിക്കണം. അഥവാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. വെയിറ്റ് അടിക്കണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ നോക്കട്ടെ. വെയിറ്റ് കയറി നോക്കിയിട്ട്. ഇത് ടാക്സിൽ ഇത് ഹൗസിങ്, ഇത് ഡമ്മി അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ളത് തന്നെയല്ല. ഈ ലെങ്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതിപ്പോ 32 അടി ആയതുകൊണ്ട് ഇത്രയും ലെങ്തിലോട്ട് വെയിറ്റ് വരുമ്പോൾ ഈ ടയറിന് ഭയങ്കര പിടുത്തം വരും. ഈ ടയറിനും അതും വിഷയമുണ്ട്. അപ്പം വെയിറ്റ് ബാക്കിലോട്ട് ഇതിനും അതിനും ഇത് വരുന്നുണ്ട്, ഹൗസിംഗും പ്രശ്നം വരുന്നുണ്ട്. നമ്മുടെ ടയർ MRF ആണ് വരുന്നത്, കമ്പനി MRF ആണ് വരുന്നത്. 295 90 20 295 90 620. നേരത്തെ 1020 ആണ് വന്നത്. ഇപ്പോഴാണ് ഈ നമ്പർ. ഇതിലൊക്കെ വരുമ്പോ 1020. 1020 ആണ്. ഇത് നൈലോൺ അല്ലേ? ഇത് റേഡിയല്. ഇതെല്ലാം റേഡിയലാണ് വരുന്നത്. ട്യൂബ്ലെസ് അല്ലെന്നേ ഉള്ളൂ. ട്യൂബ്ലെസ് നമ്മൾ ചോദിച്ചു, പക്ഷെ ലൈലാൻഡിന് അതൊന്നും പറയേണ്ട കാര്യമാണല്ലേ. അതായത് നമ്മുടെ ലൈലാൻഡിന് നിലവിൽ വരുന്ന വാഹനങ്ങൾക്കെല്ലാം ട്യൂബ് ടൈപ്പാണ്. എനിക്ക് 6 വീലിനും 10 വീലിനും ഇതുണ്ടെന്ന് തോന്നുന്നു. ട്യൂബ്ലെസ് ഉണ്ട്. ഇതിന് ട്യൂബ്ലെസ് ഇല്ല. നമ്മൾ ചോദിച്ചായിരുന്നു, ട്യൂബ്ലെസ് കിട്ടിയെങ്കിൽ കുറച്ച് ഉപകാരമായിരുന്നു. പക്ഷേ ട്യൂബ്ലെസ് ഇല്ല. എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത് ട്യൂബും ട്യൂബ്ലെസ്സും ആയിട്ടുള്ള? ഇതെന്ന് പറയുമ്പോൾ ചെലവിന്റെ കാര്യം പരമായി നോക്കണം. കാരണം ഇത് ഓടുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ദൂരം ഓടുമ്പോൾ പൊടി എടുത്ത് പൊടി നിറയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടാവുമ്പോൾ ഫ്ലാപ്പ് കടിക്കും. ഫ്ലാപ്പ് കടിച്ച് പഞ്ചറാവാൻ ചാൻസ് ഉണ്ട്. അതാണ് മെയിൻ കാര്യം, മെയിൻ്റെനൻസ്. പൊടി നിറയ്ക്കണം, അതാണ് മെയിൻ. മറ്റേ ഫ്ലാപ്പ് പിടിക്കാതിരിക്കാൻ, അതാണ് മെയിൻ വരുന്നത്. ട്യൂബ്ലെസ് അങ്ങനെ വിഷയം വരുന്നില്ല. ട്യൂബ്ലെസ് അതിന്റെ ആവശ്യം വരുന്നില്ല, പൊടി ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് എടുത്തിറങ്ങില്ലേ. എന്തെങ്കിലും അലൈൻമെന്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും. ഇതൊക്കെ പറഞ്ഞു ഇതും ഇത് നോക്കണം. അതിനേക്കാളും ചെലവ് പറഞ്ഞത് ഇതാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി പൊടി നിറച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പഞ്ചറാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലോങ് പോകുന്ന വണ്ടിയല്ലേ, ലോങ് പോകുമ്പോൾ നല്ല ചൂടാവുമ്പോൾ ഫ്ലാപ്പ് പിടിക്കും. അപ്പോൾ നമുക്ക് ഇനി ക്യാബിനകത്ത് കയറി നോക്കാം. ക്യാബിനകത്ത് നമുക്ക് ഈ ഒരു വണ്ടിക്ക് 4225 ലൈലാൻഡിൽ അവതാർ ലൈലാൻഡിൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് നോക്കാം. ക്യാബിനകത്തുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ
നമുക്ക് മറ്റേ ലിഫ്റ്റിന്റെ സ്വിച്ച് ഇതിനകത്തില്ല. ഓക്കെ. ക്യാബിന്റെ അകത്തില്ല. അത് പുറം സൈഡിലാണ്. അത് പുറത്താണ് പറഞ്ഞത്. അത് ചേസിലാണ് വരുന്നത്. ചേസിലാണ് ഇരിക്കുന്നത്. ഓക്കെ. അതിനെ ഉള്ളിലോട്ടാകാം. അത് മിക്കവാറും ബോഡി ചെയ്തു തരാന്ന് പറഞ്ഞു. ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കമ്പനി ഉള്ളിലാക്കി തന്നാൽ അത് നല്ലത്. ഓക്കെ. വേറെ ക്യാബിൻ ഇതാണ് ബെർത്ത് പറഞ്ഞത്. ഇതാ ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരാൾക്കേ കിടക്കാൻ പറ്റുള്ളൂ. ഇനി അഥവാ ഒരാൾക്കും കൂടെ കിടക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഈ സീറ്റ് ചരിച്ചല്ലേ പറ്റുള്ളൂ. അത് മാത്രമല്ല ഇവിടെ ഡബിൾ സീറ്റ് ആയിരുന്നു. ഈ ഒരു സീറ്റ് ഡബിൾ സീറ്റ് ആയിരുന്നെങ്കിൽ പിന്നെയും നമുക്കൊന്ന് ഈ അളവ് ഇത്രയും വേണ്ടായിരുന്നു. ഈ അളവിൽ തന്നെ ഇങ്ങനെ വന്നിട്ടേ ഇതൊരു ഡബിൾ സീറ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കായിരുന്നു. അപ്പൊ ഇത് അഥവാ ഇനി ഇതിനകത്ത് ഒരാൾ കിടന്നാൽ തന്നെ നമുക്ക് ഈ സീറ്റ് ചരിച്ചാലും ആ ആളിന്റെ അടുത്ത് പിറത്ത് തട്ടും. മനസ്സിലായി. ഉണ്ടല്ലേ, ഒന്ന് ചരിച്ചിട്ട് കിടക്കണമെന്ന് വിചാരിച്ചാലും അത് നടക്കൂല. അപ്പൊ അതുകൊണ്ട് ആ സീറ്റ് ഇത് കുഴപ്പമില്ല. ഇത് സീറ്റൊക്കെ കൊള്ളാൻ കേട്ടോ. എയർ സീറ്റൊക്കെ ഉള്ളതാണ്. അത് നല്ലൊരു സൗകര്യമാണ്. പാരബെൻസിൽ നിലവില് ഇല്ല, ലൈൻ വണ്ടിയിലൊന്നും കണ്ടിട്ടില്ല. ടിപ്പറിനുണ്ട്, പിന്നെ 16 വീലിനുണ്ടെന്ന് തോന്നുന്നു. 16 വീലിന് മേലിലോട്ടുള്ളതിലും അതുണ്ട്. പക്ഷെ കോസ്റ്റ്ലി ആണ്. അധികം എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അല്ല, 16 വീലിനുള്ള കമ്പനി തരുന്നുണ്ട്. പിന്നെ അത് മാറ്റിയിട്ട് പറ്റുമെങ്കിൽ ബെർത്താക്കണം, അല്ലെങ്കിൽ ബെർത്താക്കി, അല്ലെങ്കിൽ ഇവിടെ ഒരു കുഷൻ അടിച്ചിടേ ചെയ്യണം. ആ ലെവലല്ലേ, അതിനൊന്ന് ലെവലാക്കി ഇവിടെ ഒരു കുഷൻ അടിച്ചിട്ട് കൊടുത്താൽ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം. പിന്നെ എങ്ങനെയുണ്ട് ഈ നമ്മൾ സ്റ്റിയറിംഗ് ചെറുതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് എനിക്ക് പിടിക്കാൻ എനിക്ക് കുറച്ച് കനമുള്ളതാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് ഇത് ചെയ്യാം. മറ്റേ സ്റ്റിയറിംഗ് ഇത് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. സ്റ്റിയറിംഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റബിൾ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം. എഞ്ചിൻ ബ്രേക്ക് 2 വരുന്നുണ്ടെന്ന് പറഞ്ഞു. എഞ്ചിൻ ബ്രേക്ക് ഒന്നേ ഉള്ളൂ. എഞ്ചിൻ ബ്രേക്ക് ഇതിനകത്ത് ഒന്നേ ഉള്ളൂ. ഇത് ഡമ്മിയാണ്. നേരത്തെ ഉള്ളത് ചില വണ്ടിക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത് വെറുതെ ഡമ്മിക്ക് വെച്ചേക്കണ, അതില്ല. ഇതെന്താ റീജനറേഷൻ അല്ലേ? ഇത് ഓഫ് ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട്. ഇത് മറ്റേ എമർജൻസി അല്ലേ? ഇത് പിന്നെ ഇത് എന്താണ് എഞ്ചിൻ ബ്രേക്ക് ഇതിലാണ്. ഇത് ഫോറിൻ ഹസാർഡ് ലൈറ്റിന്റെ. അപ്പൊ നിലവില് നമ്മുടെ സ്റ്റിയറിംഗിൽ എഞ്ചിൻ ബ്രേക്ക് ഇല്ല, ഇവിടെയാണ് സ്വിച്ച്. ഈ ലിവറിൽ ഇല്ല. പിന്നെ വേറെ എന്ന് വെച്ചാൽ കുറെ അറകളുണ്ട്. അത് ഇപ്പോഴേ പേപ്പർ കുത്തി വെച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ല. കുപ്പിയുടെ കവർ ഊരിട്ട് സ്റ്റിക്കർ ഊരിട്ട് പുതിയ വണ്ടിയാ എടുത്തോണ്ട് വന്നത്. ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആണ്. അതായത് ക്വാളിറ്റി അതായത് ഇപ്പൊ തന്നെ ഭയങ്കര അവിടെ ഇവിടെ വിറയലും ബഹളമൊക്കെ ഉണ്ട്. ഇതേ കണ്ട ഗ്യാപ്പ് കണ്ട. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ചെറിയൊരു വിശേഷം. നമ്മുടെ വണ്ടി ഇറങ്ങിയിട്ട് ഒരുപാട് നല്ല പുതിയ യാത്രകൾ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ നേരെ നാട്ടിലോട്ട് പോവുകയാണ്. നമ്മളിനിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ഫോൺ വിളിച്ച് അല്ലെങ്കിൽ ഒരാഴ്ച തോറും അല്ലേ, ആഴ്ചോറും വരാല്ലേ? ആഴ്ചോറുമല്ല, അമ്പു ഇപ്പോൾ അടുത്ത ആഴ്ച വന്നിട്ട് പിന്നെ അത് കഴിയുന്നവരെ ഇവിടെ കാണണം. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു ആഴ്ച ഗ്യാപ്പ് എടുത്തിട്ട് അടുത്ത ആഴ്ച ഒരു ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. വണ്ടി പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെ പണി നടന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ച് പോവുകയാണ്. നമ്മൾ നേരെ പാലക്കാട്, നമ്മുടെ സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട്. സുഹൃത്തിൻ്റെ വണ്ടി ഇവിടെ വർക്ക്ഷോപ്പിലുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് പുള്ളിക്കാരൻ തിരിച്ച് പാലക്കാട് വരെ ഉണ്ട്. അപ്പോൾ നമ്മളും ആ പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ പാലക്കാട് വരെ പോയിട്ട് അവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് നേരെ ട്രിവാൻഡ്രത്തോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഈ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.